ഹായ് കൂട്ടുകാരെ. അപ്പൊ നമ്മുടെ തെങ്ങ് കയറാനായിട്ട് ഇന്ന് ആള് വന്നിട്ടുണ്ടായിരുന്നു ട്ടാ. അപ്പൊ ദേ ഇതാണ് നമ്മുടെ തെങ്ങ്. അപ്പൊ ദേ പറമ്പില് തീയൊക്കെ ഇട്ടിട്ടുണ്ട്. വേസ്റ്റ് ആയതൊക്കെ പ്ലാസ്റ്റിക് ഒന്നും ഇല്ല കേട്ടാ, ചവറ് മാത്രം. അപ്പൊ ദേ ഞാൻ നമ്മുടെ പറമ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ ഏം, ചൂല കുഴിയാനായിട്ട് മാറ്റി വെച്ചേക്കണത് പട്ട. അപ്പൊ ഇവിടെ പറമ്പെന്നും പറയും വളപ്പെന്നും പറയും. ഇതാണ് കേട്ടാ നമ്മുടെ തേങ്ങ. അപ്പൊ കുറെ ഞാൻ പറക്കി കൂട്ടി ദേ ഇവിടെ കൊണ്ടുവന്നിട്ടു. പിന്നെ ദേ നമ്മുടെ കോണീരെ അടിയിലേക്ക് ഞാൻ കുറച്ച് എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ട, ഇതാണ് നമ്മുടെ തേങ്ങ. ഇവിടെയൊക്കെ 50 രൂപയാണ് വരുന്നത് ഒരു തേങ്ങയ്ക്ക്. അപ്പൊ പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതൊക്കെ പൊതിച്ചു പുറത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇതൊക്കെ പൊതിച്ച് ദേ ഇതിന്റെ ചകിരിയൊക്കെ ഞാൻ മാറ്റിയിട്ടു. കത്തിക്കുകയും ചെയ്യാലോ. അങ്ങനെയാണ്. ഇതാണ് നമ്മൾ പൊതിച്ച് വെച്ച നാളികേരം. കണ്ട, അപ്പൊ ഇതാണ് നാളികേരം എന്നും പറയും, തേങ്ങ എന്നും പറയും. അപ്പൊ ദേ ഇപ്പൊ തേങ്ങ പൊതിച്ച് വെച്ചതാണ് ട്ടാ. അപ്പൊ കുറച്ചുണ്ട്, ഒരു 10-15 എണ്ണം പുറത്ത് കൊടുക്കാന്ന് വെച്ചു. അപ്പൊ ദേ ഞാൻ അതൊക്കെ സെറ്റ് ചെയ്ത് സഞ്ചിയിലാക്കി കൊടുക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാട്ടെല്ലാം എല്ലാം പൊതിച്ച് സെറ്റാക്കി കെട്ടി ഇനി കൊടുക്കാൻ പോവാണ്. ബാക്കി വന്നത് കണ്ട, തേങ്ങ ഉണങ്ങി തുടങ്ങി. അപ്പോൾ കുറച്ച് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് എടുക്കും. പിന്നെ കുറച്ച് തേങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എണ്ണ ആട്ടിയിട്ട് എടുക്കാനായിട്ട് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എണ്ണയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കണതാട്ടോ ഈ തേങ്ങ. കണ്ട, അപ്പോൾ ഇത് ഇനി പൊളിച്ച് ഇത് ഉണക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ആട്ടാൻ കൊടുക്കുക. അപ്പം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയും കിട്ടും. അപ്പം ഞാനിതൊക്കെ ദേ ഞാനിതൊക്കെ നമ്മുടെ ചാക്കിൽ കെട്ടി വെച്ചേക്കാണ്. ഇനി ഇത് സെറ്റാക്കിയിട്ട് വേണം ആട്ടാൻ കൊടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത് ഉണങ്ങി തുടങ്ങി. കുറച്ച് നമ്മൾ ഓലക്കൂടി കത്തിക്കും, വെള്ളം ചൂടാക്കാനൊക്കെ എടുക്കും അങ്ങനെയായിട്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.